ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നെല്ലിക്ക വെച്ച് ഒരു വെള്ള അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഞാനീ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് ഓർക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വീഡിയോ കാണാം. അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു 25 നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഈ രീതിയിൽ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. നെല്ലിക്ക ഇങ്ങനെയൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ടൊന്ന് തണുത്ത ശേഷം അതിൻ്റെ കുരുവെല്ലാം മാറ്റി നെല്ലിക്കയൊന്ന് അടർത്തി മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് ആ ഉലുവയും കടുകും ഒന്ന് പൊട്ടിയ ശേഷം മാത്രം അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു 10-15 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ ഒരു 10-35 കാന്താരി മുളകാണ്. കാന്താരി മുളക് ഇല്ലെങ്കിൽ മാത്രം പച്ചമുളക് ഇട്ടാൽ മതി. കാന്താരിയാണ് ഇട്ടാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ആ മുളകൊന്ന് വാടിത്തിളങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയം തന്നെ നമുക്ക് അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പം ഇതിലേക്ക് വെള്ളമാണ് ചേർക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണ് ഇപ്പോൾ ഞാനിത് ചേർക്കുന്നത്. തിളച്ച വെള്ളം തന്നെ ചേർക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുരുവെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചതുമാണ്. കായത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഉലുവ അത്ര മതി. ഇതിൽ കുറച്ച് വെള്ളം കുറവ് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതുപോലെ നെല്ലിക്കയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കാരണം നെല്ലിക്ക നമ്മൾ ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുത്തതാണ്. ഇത് തണുത്ത് കഴിയുമ്പം ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. അപ്പം നമ്മൾ അതിനനുസരിച്ച് ആദ്യം തന്നെ വെള്ളം ചേർക്കണം. ഇത്തരത്തിലുള്ള അച്ചാറിലൊക്കെ ഒരല്പം വെള്ളത്തോട് കൂടിയുള്ളതാണ് നല്ലത്. പിന്നെ നല്ലതുപോലെ തണുത്ത ശേഷം നമുക്കിത് ചില്ലുകുപ്പികളിലേക്ക് ആക്കി വയ്ക്കാം. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കൂട്ടി തുടങ്ങിയാൽ മതി. അപ്പോഴാണ് ആ മുളകിൻ്റെ എരിവൊക്കെ അച്ചാറിലേക്ക് ഇറങ്ങി വരുള്ളൂ. ഇത് കുറച്ച് നാൾ നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാനും പറ്റും. കുറച്ച് നാളൊക്കെ പുറത്തിരുന്നാൽ തന്നെ കേടുവരികയില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഇത് കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്